പച്ചക്കറി അല്ലേ കാണുന്നൊക്കെ? സ്ട്രോബെറി. ഈ കാണുന്നതാണ് കവലൂര്. കവലൂർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടൗണ്. ഈ വട്ടവടയുടെ കവലൂർ എന്ന് പറഞ്ഞ ടൗൺ ഇതാണ്. അതേപോലെ അവരുടെ ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. ഫുൾ വ്യൂ ഫുള്ളായിട്ട്. ഇവിടെ അവരുടെ ഫ്രൂട്ട്സ് പച്ചക്കറികളെല്ലാം ഇവിടെയാണ് അവരുണ്ടാക്കുന്നത്. നമുക്ക് പോവാനുള്ളത് ശരിക്കും ആ കാണുന്ന അവിടെ ഇങ്ങനെ ഒരു ഫോഗായിട്ടുള്ള കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ സ്റ്റേ എടുത്തുള്ളത്. ആ സ്റ്റേയിൽ അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പൊള്ളി വൈബ് സ്ഥലത്താണ് നമ്മൾ സ്റ്റേ എടുത്തുള്ളത്. അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇതാണ് കവലൂരത്തെ അവരുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയ. ഇവിടെ നല്ല വൈന്, ജാമ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അവിടുന്ന് അവര് എന്തായി കച്ചവടാക്കിയോ? സ്ട്രോബെറി ജാം, വൈൻ. എടാ അത് തേജസിന്റെ കയ്യിൽ കൊടുത്താ ഇപ്പൊ അവിടെ എത്തുമ്പോ തിന്നു തീർക്കും. ആശ്വാസം വാങ്ങാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഇത് ഇക്ബാൽക്ക കാസർഗോഡ്ന്ന് കന്യാകുമാരി ഒരു റൈഡിലാണ്. അതും അതെ 140 അല്ലേ, 140 നിയോജക മണ്ഡലം കവർ ചെയ്ത് പോവാന്നുള്ള ഒരു ഉദ്യമത്തിന്. അതെ, കേരളത്തിലെ എല്ലാ കാണാൻ പറ്റുന്ന അത്രയും സൈക്ലിസ്റ്റുകളൊക്കെ ഒന്ന് കാണാം, ഒരു പരിചയം വെക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ അടിച്ചപ്പോ അങ്ങനെ ആളിനെ ഇവിടെ കിട്ടി. അപ്പൊ ആളിന്ന് ഞങ്ങളെ കൂടെ ഒരു റൈഡ്, ഞങ്ങളിവിടെ ഒരു സ്റ്റേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നാ അവിടെ നിന്ന് ഒരു ദിവസം നിന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് ഇതാണ് നമ്മളെ പുള്ളിക്കാരൻ. ബായ്. അപ്പൊ ഞങ്ങള് ആ സ്റ്റേയിലേക്കുള്ള വഴി ഇങ്ങനെ പോവാണ്. അല്ല മൊത്തത്തില് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ക്ലബുകളുടെ? ഞാൻ സോളോ ആയിട്ട് വന്നാണ് കാസർഗോഡിന്. ഇവര് കിട്ടിയപ്പം കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റി. അല്ല നമ്മളെ മൊത്തത്തില് ക്ലബുകളുടെ ഒരു എല്ലാ ക്ലബിന്റെ അടുത്തും കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളെല്ലാം അടിപൊളി. ഒരുപാട് ക്ലബ്ബ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൊല്ലത്ത്, ട്രിവാൻഡ്രം. അപ്പോ ഇൻഷാല്ലാ തിരിച്ചു വരുമ്പോ നിങ്ങളെ നാട്ടിലേക്ക് വരാനുണ്ട്. ഇൻഷാല്ലാ മീറ്റ് ചെയ്യാം, അവിടുന്ന് മീറ്റ് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ നാട്ടിലെ പെഡലിസ്റ്റുകളെ കണ്ടിട്ട് ഇൻഷാല്ലാ മീറ്റ് ചെയ്ത് ഞാൻ നാട്ടിലേക്ക് പോകും. അപ്പൊ കണ്ടില്ലേ, അപ്പൊ നമ്മളെ സ്റ്റേയിലേക്ക് പോവാണ്. ഏകദേശം നമ്മുടെ വട്ടവടയില് കോവലൂർ ടൗണൊക്കെ കഴിഞ്ഞിട്ട് നല്ല ടോപ്പിലെത്തണം. അപ്പോൾ പോയി കഴിഞ്ഞാൽ അറിയാം, നല്ല ഒരു അടിപൊളി വൈബ് സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നല്ല ക്ലൈമ്പാണ്. ഞാൻ ഒന്ന് കുറച്ച് റൈഡ് ആയിട്ടെ. ശരിക്കേ ഇങ്ങനത്തെ കയറ്റം കയറുമ്പോഴാണ് ഉള്ള ഗീറിൽ നിന്ന് ഒരു ഗീറ് കൂടി പോരാന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ് മക്കളെ ഇത്. പട്ടിയായി പോയി അത് കൊടും തണുപ്പും. ഈ ജാക്കറ്റ് ഇട്ടിരിക്കണ മഴ കാരണല്ലട്ടാ, സത്യം പറഞ്ഞാൽ വേറെ സെറ്ററില്ല. തണുപ്പുള്ളതുകൊണ്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ എപ്പോഴും ഔട്ടായി പോയാനെ. ഉള്ള ഗീറൊന്നും തികയില്ല മക്കളെ. നോക്കിയാ വെള്ളമൊക്കെ കുടിച്ചിട്ടേ പട്ടിയായി. സോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്തായാലും വേറെ ലെവലാ. നമ്മളെ ആക്ച്വലി മൂന്നാർ വരെ വന്നാ പോരാ. ഇതാണ് ശരിക്കും ഇത് ഹൈ റേഞ്ച് എന്ന് പറയുന്നേ. അല്ല വേറെ ലെവലാണ്. ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതും നമ്മളിങ്ങനെ നോക്ക് മരങ്ങള് കണ്ടാ, ചളിയിടം കാറ്റും ആ മണം ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ വരും. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടിയില്ല, വണ്ടി തിരക്കുകളൊന്നുമില്ല. ഡിസ്കണക്റ്റഡ് ഫ്രം ലൈഫ് എന്ന് പറയുന്ന പോലെ അല്ലേ? അതെ. യാതൊരു ബാന്ധവങ്ങളും ഇല്ലാതെ ഇങ്ങനെ
ഭയങ്കര ഇറക്കമാണേ, കുത്തിറക്കം. ഇറക്കം വരുന്നുണ്ടേ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അതൊന്നും ആസ്വദിക്കട്ടെ. വഴി പോകുമ്പോഴേ ഒരു സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നോക്ക്, വീല് വേണ്ട, ഹാൻഡിലാണ് അടിപൊളി കേട്ടാ, സൂപ്പർ. ചാക്ക് സീറ്റ്, ചാക്ക് ചവിട്ടുണ്ടോ ഇവിടെ? ഉണ്ടാവും, അല്ലാണ്ട് കേറി ഇവിടെ എത്തി. എന്താ ഫീല്, എന്താ ഭംഗി, അതാണ് സംഭവട്ടാ.
ഇവിടെ വന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു ജാനകി അമ്മ. ഭയങ്കര സ്നേഹം. ഞങ്ങൾ സൈക്കിളിൽ വന്ന് കണ്ട് ഞങ്ങളുടെ അടുത്ത് വീട്ടിലേക്ക് വരണം, ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇത് നമ്മളെ ജാനകി അമ്മ. அதெல்லாம் பிடிங்க பிடிங்க தின்றீங்க மணாரம் போட்டு வச்சிருக்கான். இல்ல அது பிடிங்க, அது காய் எப்படி பிடிங்கி சாப்பிடுறது? நாங்க பழுக்கும்ட்டு ஃபுல்லா வந்ததுல இருந்து இப்படியா காய் தான் திம்பாங்களா? காய் இல்ல இப்ப ഇതെന്നാ പാഷൻ ഫ്രൂട്ടാ? இது fashion. ഇത് പഴുത്തില്ലല്ലോ, ഒരു കളിഞ്ഞും കളർ വരാനല്ലേ? പഴുക്കല്ലേ இல்ல നമ്മുടെ നാട്ടിൽ പോലെ അല്ല അത്. ഇങ്ങനെ പഴുക്കില്ല. மண மரத்துல என்ன மண்ணு നമ്മളെ പോലെ പഴുക്കില്ല. അശോക് നല്ല മധുരം. അക്ഷയ് കൊണ്ടടാ. அம்மா போலி ഒരു பட் எனக்கு தெரியல. பட் எங்க ஊர்ல எல்லாம் ஆரஞ்சு கலரா வந்துருமா? சரி இது என்னடா ஆரஞ்சு ஆக மாட்டேங்குதே. காலையில போதா இப்ப போதா எல்லாரும் கெஸ்ட் எல்லாம்? நாளைக்கு தான் போவோம். நாளைக்கா? ആ அப்ப நாளைக்கு வேணும்னா மன பழம் பறிச்சு தரேன். ആ മതി മതി മതി. ഹാപ്പി. ഇത് നമ്മുടെ ഐഷു. ஒரு 5-6 ഐഷു ഭയങ്കര റൈഡറാണ്. ശരി ശരി. 2-3 കെസ്റ്റ് വാങ്ങിച്ചു. ഇത് നമ്മുടെ അവിടുത്തെ സെയിം അല്ലല്ലോ. ഇല്ലില്ല, നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ നല്ല ഓറഞ്ച് കളറിലെ സാധനം പഴുത്തിരിക്കും. ഇതൊക്കെ പച്ച കളറിലെ സാധനം ഇരിക്കുന്ന, പക്ഷെ ഭയങ്കര മധുരം. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. സൂപ്പർ സാധനം. ജാനകിയമ്മ ഇവിടെ എന്തൊക്കെ ഭയങ്കര ഡിസ്കഷനില്ല. പിന്നെ ഗസ്റ്റ് വന്ന് പഴം ചോദിക്കും. അമ്മ ഇവിടെ എന്തൊക്കെ നോക്ക്, എന്താ അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത്. അത് ഇവിടെ ഒറ്റയ്ക്ക് എല്ലാം അമ്മ കണ്ട ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത്. നമ്മുടെ വീടാണ് അത് കണ്ടാ. അമ്മ ഞങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പോ കണ്ടിട്ട് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചാണ്. അമ്മ ഭയങ്കര സ്നേഹം. ആ അമ്മ സ്വന്തമായിട്ട് കണ്ട ഇവിടെയൊക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കണത്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള സീൻ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടെങ്കില് ഇതാണ് ഇവിടെ. ഞങ്ങൾ ആ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് അമ്മ ഞങ്ങളെ കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം വന്ന ടൈമിൽ വാട്ടെ ഈ ഓണറിന്റെ പെറ്റാണ്. അതും ചെറുപ്പം 1 ഇയർ ആയി. ഇവിടുത്തെ ബേബി അല്ല അത്. അതാണ് ഇവിടെ. ഇത് ഇങ്ങ மட்டும் தான் கிடப்பாரு இல்லையா? இல்ல நம்ம நாட்டுக்காரரும் வாங்கிட்டு போகுது. நாத்து வித்து எல்லாம் வாங்கிட்டு. இல்ல பாட்டி, அது இங்க தான். இது நல்லா வருது இங்க தான் இல்லையா? ஆமா இதுதான். இது இந்த கூல் சீசன்ல மட்டும் தான் இது. ஒரு வருஷத்துல 2 தடவை காய்க்கும். ஒரு காய் வந்து 4 மாசம் ஆகும் பழுக்கிறதுக்கு. இப்ப இருக்க காய் போட்டு 4 மாசம் ஆயிடுச்சு. 4 மாசம் இருக்கும். 4 மாசம் கழிச்சு பழமா. ഒക്കെ നമ്മളെ പാട്ടിയുടെ സ്ഥലട്ടാ. പാട്ടി സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സ്വഭാവമുള്ള പാട്ടി. ഇത് നമ്മളെ സ്ട്രോബെറി പക്ഷെ എന്താണ് ഒക്കെ ചീഞ്ഞില്ലേ മഴ ചെയ്തിട്ട്. മഴയൊക്കെ പോയി കുറെയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്. നഫിലെവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് അതിന്റെ പച്ച. ഓക്കെ, ഇത് പച്ച. ഇത് ഇങ്ങനെയാണ് പഴുത്ത് കഴിഞ്ഞാൽ. ഇത് പഴുത്തത്. അതെ, അതില് വലുത് പറഞ്ഞത്. അവിടെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്നോ അതെ. ലൈവ് ഹാർവെസ്റ്റിംഗ്. അതെ, എത്ര വേണേലും പറിച്ചോളം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഇത് മഴ സീനായതുകൊണ്ട് എല്ലാം പാട്ടിക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കും. നല്ല ഭംഗിയുള്ള കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ തന്നെയല്ലേ.
ക്യാരറ്റ്, അടുത്ത് ക്യാരറ്റ്. ഐശു കൈ ഫ്രീ അല്ല. അയ്യോ ചെറിയ ശോകാണ്. ആയിട്ടുള്ളൂ അല്ലേ? ആ പാട്ടി കറക്റ്റ് അറിയണ്ടാവും. അത് ഇപ്പൊ നോക്കിയെടുത്തില്ല, ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചുള്ളൂ. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ, നമുക്ക് ആയത് കയറട്ടെ. ഇതെല്ലാം ഉടഞ്ഞിരിച്ചു. അത് ഉടഞ്ഞു, അത് വാങ്ങിച്ചടാ. ഹാപ്പി അല്ലടാ? നീ എന്താടാ നോക്കിക്കുന്നത്? ചളിപുളി ആവൂലേ? കൈ പിടിച്ചോളാം. അത് കഴുകണം മോനെ. അത് കഴുകി കൊടുക്ക്. അത് മങ്കി ജന്മാണ്. അവന്റെ അണ്ണനാ തമ്പിയാ? സുഖം. ഇത് വടി അടിച്ചങ്ങ് നീങ്ങില്ലേ? സൈക്കിളിന് പട്ടപ്പെട്ടാന്ന് പോവും. നാറാണത്തോണ്ട് പിള്ളേര് ആള് വട്ടുരുത്താൻ പോയി. പൈസ അതാ ആ സീനുണ്ടല്ലേ. കുരങ്ങ വന്നു കഴിഞ്ഞാലേ ഇവിടെ ആദ്യമൊക്കെ കല്ലിട്ട് കിടക്കുക. അപ്പൊ അന്നൊക്കെ പോയിരുന്നത്രേ. ഇപ്പൊ കുരങ്ങ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പടക്കം പൊട്ടിക്കാൻ എത്ര പണി. പടക്കം പൊട്ടിച്ച് മറ്റാൾ പിന്നെ നോക്കിയിരുന്നത്രേ. ഇപ്പൊ പടക്കം കത്തിച്ചിട്ട് കഴിഞ്ഞാൽ വന്നിട്ട് ഒറ്റ തട്ടത്രേ. കുരങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ വന്നു നമ്മളെ പൗരക്കാരാണ്. കടലാസ് വന്നാ മതി, കടലാസ്. ഈ സ്ട്രോബെറി തിന്നു ഓടിക്കുന്നു. ഇത് ചായ കൊടുന്നരുന്ന ആളല്ലട്ടാ. ഇത് ചായ കൊടുന്നരുന്ന ആളല്ല. കുട്ടി അനുഗ്രഹിച്ചു. അവനിക്ക് വയറുവേദന കുട്ടി ആ എന്തോ പ്രശ്നം. ഇന്നലെ ഇന്നലെ അവൻ എന്റെ ടെന്റിലേ കിടന്നു. ഫോണ് ബില്ലടിക്കണേ എന്താ പാട്ടാ? എന്തോ സുഖമില്ല കേട്ടോ. അവന് ക്ഷീണൊന്നുമില്ല. അതെ, ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ട്. ഇന്നലെ കെട്ടിയിട്ട് എന്റെ ക്ഷീണായിരുന്നു. അതെ, ഇന്നലെ ഞാൻ അകത്ത് മാനസികമായി അവന് ചാപ്പുവിന്റെ സ്വന്തം ഇഷ്യൂ. പിന്നല്ല എന്റെ ബേബി അല്ലേ. എടാ ബേബി സമാധാനായോ? ഫ്രഷ് ക്യാരറ്റ് പറിക്കുക, കറി ഉണ്ടാക്കുക. നല്ല പണി. പിന്നല്ല അതന്നെ ഇവിടെ. ആഹാ, അങ്ങനെ ഐശ്വ ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് വലിയൊരു ക്യാരറ്റ്. ഫ്രഷ് ബീ ക്യാരറ്റ്. ശരി. ആ ശരി.
ഞങ്ങൾ എന്റെ ടയറിന്റെ പാട് നോക്കിട്ടാ വന്ന്. ഞാൻ ഒരു കണക്കിന് ഇറക്കിയ ഓടിന്റെ അവിടെ നിർത്തി.
സന്തോഷമാവാച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമായിട്ടത്. നോക്ക് കണ്ടാ, ഭയങ്കര സൂപ്പർ സ്ഥലം. നമ്മള് മൂന്നാർ പോണ വഴിയിൽ തന്നെയാണ് ഇത്. ഇത് നമ്മളെ ആക്ച്വലി ഇതൊരു സെറ്റിൽമെന്റ് കോളനിയാണ്. ആ ചീയപ്പാറയുടെ ചീയപ്പാറ കഴിഞ്ഞിട്ട് തന്നെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സെറ്റിൽമെന്റ് കോളനി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരാളുടെ അടുത്ത് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഒരു ഫോറസ്റ്റ് ഗാർഡ് ഇല്ലായിരുന്നു. ആള് ചോദിച്ചപ്പോൾ വന്നോളം പറഞ്ഞ് അങ്ങനെ ഇത് പോകുന്നതാണ്. നല്ല അടിപൊളി സ്ഥലമായിട്ടത്. നമുക്കിപ്പോൾ പോണ വഴിക്ക് ഭക്ഷണം കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് കുഴപ്പമില്ല. വേസ്റ്റ് ഒന്നും നാശമാക്കരുത്. അതൊക്കെയാണ് ഓക്കെ. ഇവിടെ ഇപ്പം നാശമായിട്ടൊന്നുമില്ല. പക്ഷെ റോഡിന്റെ സൈഡ് മൊത്തം പ്ലാസ്റ്റിക് വേസ്റ്റ്. അതെ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ മൊത്തം. യാത്രയിൽ നൗഫിൽ വന്ന് ജോയിൻ ചെയ്ത്, നമ്മളെ നൗഫിൽ കൈപ്പള്ളി വന്ന് ജോയിൻ ചെയ്തത് സർപ്രൈസ്, ഭയങ്കര ഒരു അടിപൊളി ഇതായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ 2 ദിവസം സ്റ്റേ ആക്കിയത്. നല്ല ഒന്ന് ചില്ലായി അടിപൊളിയായി ഞങ്ങൾ. പിന്നെ അതേപോലെ നമ്മളെ മറ്റേ ഓൾ കേരള റൈഡർ നമ്മളെ ഇക്കൂക്കാനെ കണ്ടത്, അതേപോലെ തേജസ് ഭായിനെ കണ്ടത്. തേജസ് ഭായിനെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയെല്ലാം അറിയാം. പക്ഷെ തേജസിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. പൊളി മനുഷ്യൻ, വേറെ ലെവലാണ്. അപ്പം ഈ യാത്രയിൽ ഞങ്ങൾ അക്ഷയും നമ്മളെ ഫാറൂഖ് ഭായി ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ വട്ടവട യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. ശനിയാഴ്ച നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്ന് വെള്ളിയാഴ്ച. ആഴ്ച ചെറുതായി മറന്നുപോയി. അങ്ങനെ വെള്ളിയാഴ്ച നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. പിന്നെ എന്തുകൊണ്ടും ഭയങ്കര ഒരു അടിപൊളി ഒരു യാത്രയായിരുന്നത്. മഴയും മഞ്ഞും പിന്നെ നല്ല അടിപൊളി ഒരുപാട് നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയൊരു യാത്രയായിരുന്നിട്ട് അത്. ഈ റൈഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക് പോകും. പിന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അത്യാവശ്യം കണ്ട വിഷ്വൽസൊക്കെ ഞാൻ അതിലെടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഇതിലെടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് പുതിയൊരു യാത്ര അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.